ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി 2 സയൻസ് ടോപ്പിക്കല്ലേ എന്നുള്ള ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ണുകളെക്കുറിച്ചുള്ള പഠനത്തിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ദ സ്റ്റഡി ഓഫ് ഐ എന്ന് പറയുമ്പോൾ എന്താണ്? ഒഫ്താൽമോളജി എന്നാണ് അതിന് പറയുക. സ്റ്റഡി ഓഫ് ഐ എന്ന് പറയുമ്പോൾ അതിന് പറയുന്ന പേരാണെന്ത്? ഒഫ്താൽമോളജി. അടുത്തത് കണ്ണിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന ആളാണ് ആര്? ഐലിഡ് അല്ലെങ്കിൽ കൺപോളകളാണ് ആരായിട്ട് അറിയപ്പെടുന്നത്? കണ്ണിലെ കാവൽക്കാരായിട്ട് അറിയപ്പെടുന്നത്. അതിനുശേഷം കണ്ണിൽ 3 ലെയറുകളായിട്ടാണ് നമ്മൾ പറയുന്നത്: സ്ക്ലീറ, റെറ്റിന, കൊറോയിഡ്. അപ്പം കണ്ണിലെ പ്രധാനപ്പെട്ട 3 ലെയറുകൾ ചോദിച്ചാൽ ആരൊക്കെയാണ്, അല്ലെങ്കിൽ പാളികൾ ചോദിച്ചാൽ ആരൊക്കെയാണ്? അതൊക്കെ സ്ക്ലീറ, റെറ്റിന, കൊറോയിഡ് എന്നുള്ളവയാണ്. ആൻഡ് സ്ക്ലീറ എന്ന് പറയുമ്പോഴത്തേക്കും കണ്ണിലെ ഏറ്റവും പുറത്തെ ലെയറിനെയാണ് നമ്മളെന്തെന്ന് പറയുക? സ്ക്ലീറ. അതിന് തൊട്ടുള്ളിൽ വരുന്ന ആളാണ്, രണ്ടാമത്തെ ലെയറാണ് ആര്? കൊറോയിഡ്. ഏറ്റവും ഉൾഭാഗത്ത് വരുന്ന ലെയറാണ് ആരെന്ന് പറഞ്ഞാൽ നമ്മുടെ റെറ്റിന എന്ന് പറയുമ്പോൾ. അതിനുശേഷം ഇനി ഓരോരുത്തരുടെയും ഫങ്ഷൻ കേട്ടോ. അപ്പോൾ സ്ക്ലീറ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ ഐബോളിന് ഷെയ്പ്പ് കൊടുക്കുന്ന ആളാണ്. ഓക്കെ അല്ലേ? നേത്രഗോളത്തിന് അതിൻ്റെ ആകൃതി നൽകുന്ന ആളാണ് ആരെന്ന് പറഞ്ഞാൽ സ്ക്ലീറ. ആൻഡ് റെറ്റിന എന്ന് പറയുമ്പോൾ പ്രതിബിംബം രൂപപ്പെടുത്തുന്ന ആളാണ് ആര്? റെറ്റിന. അല്ലെങ്കിൽ ഇമേജ് ഫോർമേഷന് സഹായിക്കുന്ന ആളാണ് ആരെന്ന് പറഞ്ഞാൽ റെറ്റിന. അതിനുശേഷം നമ്മൾക്ക് കണ്ണിന് വേണ്ട ഓക്സിജനും മറ്റു പോഷകങ്ങളും എല്ലാം കൊടുക്കുന്ന ആളാണ് ആര്? കൊറോയിഡ്. അപ്പം കണ്ണിന് 3 ലെയറുകൾ: സ്ക്ലീറ, റെറ്റിന, കൊറോയിഡ്. അതിനുശേഷം നമുക്ക് നോക്കാറുള്ളത് കണ്ണിലെ പ്രധാനപ്പെട്ട 2 അറകളെ കുറിച്ചാണ് കേട്ടോ. അത് ആരൊക്കെയാന്ന് പറഞ്ഞാൽ വിട്രിയസ് ചേംബറും അക്വസ് ചേംബർ. അപ്പോൾ വിട്രിയസ് ചേംബർ, അക്വസ് ചേംബർ എന്നീ 2 അറകളാണ് എവിടെയുള്ളത്? കണ്ണിൽ ഉള്ളത്. ആൻഡ് ഈ വിട്രിയസ് ചേംബറാണ് കണ്ണിലെ ഏറ്റവും വലിയ അറ. കണ്ണിലെ ഏറ്റവും വലിയ അറ എന്ന് പറയുമ്പോൾ ആരായിരിക്കും അത്? വിട്രിയസ് ചേംബറാണ്. ഓക്കെ ആണല്ലോ. ഇനി ഈ വിട്രിയസ് ചേംബറും ഓക്കെ അല്ലേ, ഈ വിട്രിയസ് ചേംബറും നമ്മുടെ അക്വസ് ചേംബറും എവിടെയാണ് കാണപ്പെടുന്നത്? അത് നമുക്ക് അത് ഓർത്ത് വെക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന 2 ഒരു കീ പോയിന്റുകളാണ് എന്ത്? ലിവർ, കാൾ എന്ന് പറയുന്നത്. ലിവർ അതായത് ലെൻസ്, വിട്രിയസ് ചേംബർ, റെറ്റിന. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായിട്ടാണ് ആരെ കാണപ്പെടുന്നത്? വിട്രിയസ് ചേംബറിനെ കാണപ്പെടുന്നത്. ലിവർ, ലെൻസ്, റെറ്റിന, ഇടയിലാര്? വിട്രിയസ് എന്നുള്ള ചേംബർ. ശേഷം കാൽ അല്ലെങ്കിൽ കോൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? കോർണിയ, അക്വസ് ചേംബർ, ലെൻസ്. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലായിട്ട് ആരെ കാണപ്പെടുന്നു? അക്വസ് ചേംബറിനെ കാണപ്പെടുന്നു. അപ്പോൾ കണ്ണിലെ പ്രധാനപ്പെട്ട 2 അറകൾ അക്വസ് ചേംബറും വിട്രിയസ് ചേംബറും. അതെവിടെയാണ് കാണുന്നത് നമ്മളോട് ചോദിച്ചാൽ എങ്ങനെയാണ്? അത് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായിട്ടാണ് ആരെ കാണപ്പെടുന്നത്? വിട്രിയസ് ചേംബറിനെ കാണപ്പെടുന്നത്. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലായിട്ടാണ് ആരെ കാണപ്പെടുന്നത്? അക്വസ് ചേംബറിനെ കാണപ്പെടുന്നത്. ഇനി ഒരു മങ്ങിയ വെളിച്ചത്തിലും അതുപോലെ തന്നെ ഭയങ്കര തീവ്രമായിട്ടുള്ള പ്രകാശത്തിലും നമ്മുടെ പ്യൂപ്പിൾ എങ്ങനെയാണ് ചുരുങ്ങുന്നത്, എപ്പോഴാണ് വികസിക്കുന്നത്, എപ്പോഴാണ് ചുരുങ്ങുന്നത് എന്നുള്ള കാര്യം കേട്ടോ. അടുത്ത നമ്മുടെ ഒരു ഡിം ലൈറ്റ്. ഓക്കെ, തീവ്രത കുറഞ്ഞ ലൈറ്റാണ്, മങ്ങിയ വെളിച്ചമാണ് എന്നാണെങ്കിൽ നമ്മുടെ കൃഷ്ണമണി എങ്ങനെയായിരിക്കും? അത് പ്യൂപ്പിൾ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ അല്ലേ? എക്സ്പാൻഡ് ചെയ്യും. അത് മങ്ങിയ വെളിച്ചം എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? നമുക്കത് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണെന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ അല്ലേ? കൃഷ്ണമണി എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ഇനി ബ്രൈറ്റ് ലൈറ്റ്, തീവ്രമായിട്ടുള്ള പ്രകാശം വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിന് അത്രയും പ്രകാശം വേണ്ട. കണ്ണിന് അത് അരോചകമായിട്ട് തോന്നും. അപ്പോൾ കണ്ണെന്ത് ചെയ്യും? നമ്മൾ കണ്ണ് ചുളുക്കൂല്ലേ തീവ്രമായിട്ടുള്ള പ്രകാശം വരുമ്പോൾ. സോ അപ്പോൾ അവിടെ നമ്മുടെ കൃഷ്ണമണി എന്ത് ചെയ്യുന്നത്? ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിം ലൈറ്റിൽ നമ്മുടെ കൃഷ്ണമണി വികസിക്കുകയും അതുപോലെ തന്നെ തീവ്രമായിട്ടുള്ള പ്രകാശത്തിൽ നമ്മുടെ കൃഷ്ണമണി എന്ത് ചെയ്യുകയാണ്? ചുരുങ്ങുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇനി നമുക്ക് നോക്കാനുള്ളതാണ് കണ്ണിലെ പ്രധാനപ്പെട്ട 2 പോർഷൻസ് കേട്ടോ. അതിൽ ആദ്യത്തെ ആളാണ് ആരെന്ന് പറഞ്ഞാൽ നമ്മുടെ യെല്ലോ സ്പോട്ട്. യെല്ലോ സ്പോട്ട് എന്ന് പറഞ്ഞാൽ അതായത് ഏറ്റവും ചെറിയ വസ്തുക്കളെ പോലും വലുതാക്കി കാണിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ആളാണ് ആരെന്ന് പറഞ്ഞാൽ യെല്ലോ സ്പോട്ട്. അതുപോലെ തന്നെ കണ്ണിലെ ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള ഭാഗവും കൂടിയാണ് ആരെന്ന് പറഞ്ഞാൽ യെല്ലോ സ്പോട്ട് എന്ന് പറയുമ്പോൾ. ഓക്കെ അല്ലേ?
അതിന് ശേഷം വരുന്ന ആളാണ് ബ്ലൈൻഡ് സ്പോട്ട് കേട്ടോ. ബ്ലൈൻഡ്, ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്താണ്, കാഴ്ചശക്തി ഇല്ലാത്ത ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാം. അതിനുശേഷം ഇനി നമുക്ക് നമ്മുടെ കണ്ണിൽ, അതായത് വരുന്ന വസ്തുക്കളെ എന്താണ് നമുക്ക് കൃത്യമായിട്ട് കാണാനും അതിൻ്റെ ഓരോ കളറുകൾ തിരിച്ചറിയാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന 2 സെല്ലുകൾ നമ്മുടെ കണ്ണിനുള്ളിലുണ്ട്. അവ നമ്മൾ പറയുന്ന പേരാണെന്ത്, റോഡ് സെല്ല്, അതുപോലെ തന്നെ കോൺ സെല്ല് എന്നിവ. ഇനി എന്താണ് റോഡ് സെല്ല്, എന്താണ് കോൺ സെല്ല് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ റോഡ് സെല്ല് എന്ന് പറയുമ്പോൾ എന്താണ്, മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശമാണ്. അതായത് നമ്മൾ എന്താണ്, ഒരു ഡിം ലൈറ്റിൽ പോലും നമുക്ക് എന്താണ്, സാധനങ്ങളെ അല്ലെങ്കിൽ വസ്തുക്കളെ എന്താ വ്യക്തമായിട്ട് കാണാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ആളാണ് ആരെന്ന് പറഞ്ഞാൽ റോഡ് സെല്ല്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടും വസ്തുക്കളെ കാണാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഈ റോഡ് സെല്ലിലുള്ള ഫോട്ടോ റിസപ്റ്റർ അല്ലെങ്കിൽ കാഴ്ചാവർണ്ണകം എന്ന് പറഞ്ഞാൽ റോഡോപ്സിൻ ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെയുള്ള നമ്മുടെ രണ്ടാമത്തെ സെല്ലാണ് കോൺ സെല്ല്. കോൺ സെല്ല് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര തീവ്രമായിട്ടുള്ള പ്രകാശത്തിൽ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഒന്നാണെന്ത്, കോൺ സെല്ല്. അതുപോലെ തന്നെ നമ്മുടെ ചുവപ്പ്, പച്ച എന്നീ നിറങ്ങളിലും വസ്തുക്കളെ കാണാനായിട്ട് സഹായിക്കുന്നുണ്ട്. അവിടുത്തെ ഫോട്ടോ റിസപ്റ്റർ അയഡോപ്സിൻ ആണ്. ഓക്കെ ആണല്ലോ, അയഡോപ്സിൻ. ഇനി ഈ കോൺ സെല്ലുകളും റോഡ് സെല്ലുകളും എവിടെയാണ് കാണപ്പെടുന്നത് എന്നുള്ളത് കേട്ടോ. ഇത് രണ്ടും എവിടെയാണ് കാണപ്പെടുന്നത്, യെല്ലോ സ്പോട്ടിലാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനിയുള്ളതാണ് നമ്മുടെ എന്താണ്, അത് നമ്മുടെ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്, അല്ലെങ്കിൽ ദ ഗ്ലാൻഡ് വിച്ച് സെക്രീറ്റ്സ് ടിയേഴ്സ് എന്നൊക്കെ ചോദിച്ചാൽ ആരായിരിക്കും അത്, ലാക്രിമൽ ഗ്ലാൻഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുനീരിലുള്ള മെറ്റൽ ഏതാണ്, അല്ലെങ്കിൽ കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമാകുന്ന ലോഹം ഏതാണ് എന്ന് ചോദിച്ചാൽ അതാരാണ്, സിങ്ക് എന്നുള്ള മെറ്റലാണ്. അതുപോലെ തന്നെ വ്യക്തമായ കാഴ്ചശക്തിക്കുള്ള ശരിയായ അകലം എന്നുള്ളത് 25 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ഇതിന് ശേഷം നമുക്ക് നോക്കാനുള്ളതാണ് എന്ത്, കണ്ണിന് വരുന്ന കണ്ണിന് സ്വാഭാവികമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങളും അസുഖങ്ങളും അത് എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. മയോപ്പിയ, ഹൈപ്പർ മെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം ജസ്റ്റ് നോക്കി വെക്കുക, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റ് ആണ്. അതായത് അടുത്തുള്ള വസ്തുക്കളെ എന്തായിട്ട് കൃത്യമായി കാണാൻ സാധിക്കുകയും അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കാത്ത അവസ്ഥ, അതാണ് ആര് പറഞ്ഞാൽ മയോപ്പിയ എന്ന് പറഞ്ഞാൽ. അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺകേവ് ലെൻസുമാണ്. അടുത്താണ് ഹൈപ്പർ മെട്രോപ്പിയ അഥവാ ലോങ് സൈറ്റ്. അതായത് അങ്ങനെയായിരിക്കും, അകലെയുള്ള വസ്തുക്കളെ കൃത്യമായി കാണാൻ സാധിക്കുകയും അടുത്തുള്ള വസ്തുക്കളെ കൃത്യമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ, അതാണ് എന്തെന്ന് പറഞ്ഞാൽ ഹൈപ്പർ മെട്രോപ്പിയ. അത് നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ലെൻസ് കോൺവെക്സ് ലെൻസുമാണ്. പിന്നീട് വരുന്നതാണ് അസ്റ്റിഗ്മാറ്റിസം. അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ കർവേച്ചറിലുണ്ടാകുന്ന ഇംപെർഫെക്ഷൻസ് കാരണം ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് എന്തെന്ന് പറഞ്ഞാൽ അസ്റ്റിഗ്മാറ്റിസം. അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് സിലിണ്ട്രിക്കൽ ലെൻസ് എന്നുള്ളതാണ്. സോ ഇത്രയും ടോപ്പിക്കുകളാണ് കണ്ണുമായിട്ട് കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻസ്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.